ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നൽകുന്ന ആത്മീയ ബോധ്യം, അതായത് കാഞ്ഞിരം പോലെ കഴിക്കുന്ന, ജീവിതത്തിൽ അത്രമേൽ തകർന്നിരിക്കുന്ന, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ചേതനയേറ്റ് വഴിയരികിൽ കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യം. എന്താ വചനം? വായിച്ചേ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനം. 21. ബുക്ക് ഓഫ് ലമെന്റേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 21. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കണ്ടോ? ശ്രദ്ധിച്ചേ. അതായത് ഇത്രയും നേരം പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ അവസ്ഥ. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിത് ഓർക്കുന്തോറും ഞാൻ ഭാരപ്പെടുന്നു. എന്നെ പറ്റിച്ചത്, എന്നെ അവഗണിച്ചത്, ഞാൻ ചതിക്കപ്പെട്ടത്, ഇതിനെക്കുറിച്ച് ഓർക്കുന്തോറും ഭാരമുണ്ടാകുന്നു. എന്നാൽ പറഞ്ഞേ, എന്നാൽ പറഞ്ഞേ, എന്നാൽ ഉച്ചത്തിൽ പറഞ്ഞേ, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. അതെന്താ കാര്യം? ആ വചനം ഒന്നും കൂടെ വായിച്ച് 21-ാം വചനം വായിച്ചേ. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. കണ്ടോ? ഒറ്റ കാര്യമേ ഈ ഭൂമിയിൽ എനിക്ക് പ്രത്യാശ നൽകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതെന്നതാ? പറ, എന്നതാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവങ്ങളുമായിട്ട് നിങ്ങൾ പോകാവുന്ന ഇടങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ, രക്ഷപ്പെടാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ചില ആളുകളുടെ അടുക്കെ പോയിട്ടായിരിക്കും, ചില സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും, വാട്സപ്പിലായിരിക്കും, ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ, ഫേസ്ബുക്കിലായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. നിനക്ക് പോയി ഈ പ്രശ്നത്തിന് ഉത്തരം കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ പോയല്ലോ. എന്നാൽ അവിടെയും ഇവിടെയും അല്ല. വിലാപങ്ങളുടെ പുസ്തകം പറയുന്നു, ഞാൻ ഒറ്റ കാര്യം ഞാൻ ഓർത്ത് വിശ്വസിക്കുന്നു. കാരണം എന്നാന്നറിയാവോ? 22-ാം വചനം പറഞ്ഞേ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. 2 കരങ്ങൾ ഉയർത്തി ഒച്ചത്തി പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ. എന്താ അതിന്റെ പ്രത്യേകത? ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന്. ഇന്നലെ ഇരുന്ന് കരഞ്ഞ വ്യക്തി ദേ ഈ വചനം കേൾക്കുമ്പോൾ നീ വിശ്വസിക്കണം, ഇന്ന് എനിക്ക് കർത്താവ് ഒരു പുതിയ സ്നേഹം നൽകി നിന്റെ ഇന്നലകളിലെ ആ അവസ്ഥയെ മാറ്റാൻ നിനക്ക് കൃപ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവസന്നിധിയിൽ മാത്രം കിട്ടുന്നൊരു കൃപയാണ് കേട്ടോ. നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച കിട്ടില്ല, ഈ കൃപ കിട്ടില്ല. മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ മാത്രമേ കിട്ടുകയുള്ളൂ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തമ്പുരാന്റെ മുമ്പിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളുടെ ഏത് പ്രശ്നത്തിന് ഉത്തരം എവിടെ കിട്ടുള്ളൂ? പറ, എവിടെ കിട്ടുള്ളൂ? തമ്പുരാന്റെ മുമ്പിൽ മാത്രമേ ഉത്തരവുള്ളെന്ന്. അവിടെ ഉത്തരവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തോന്നും അവിടെ ഉത്തരം കിട്ടി, ഇവിടെ ഉത്തരം കിട്ടും. അതല്ല, മറിച്ച് അടിസ്ഥാനപരമായി ഉത്തരം കിട്ടുന്നത് കർത്താവിൻ്റെ പക്കൽ. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ മനസ്സ് തകരുന്നു, കാഞ്ഞിരം പോലത്തെ കയ്പാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, ആ ഒറ്റ കാര്യം എന്നെ പിടിച്ചു നിർത്തുന്നു. എൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം അത് പുതിയ സ്നേഹമാണ്, അസ്തമിക്കാത്ത സ്നേഹമാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷയുടെ മർമ്മം എന്ന് പറയുന്നതും നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്നവരോട് പറഞ്ഞു കൊടുക്കണം, എടാ മകനെ, മകളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓരോ ദിവസവും പുതിയ സ്നേഹം നൽകി
നിന്നെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളിൽ നീ ഓർത്ത് നിന്റെ ജീവിതം തളച്ചിടരുത്. അങ്ങനെ ഇട്ടാൽ രക്ഷപ്പെടിയല്ല. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സന്തോഷം, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓർക്കുമ്പോൾ, ഇന്നലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സന്തോഷത്തിന്റെ കാര്യങ്ങളാണോ സങ്കടത്തിന്റെ കാര്യങ്ങളാണോ? കേട്ടോ, ഇന്നലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലോട്ട് ആദ്യം വരുന്നത് സന്തോഷത്തിന്റെ കാര്യങ്ങളാണോ സങ്കടത്തിന്റെ കാര്യങ്ങളാണോ? സങ്കടം. സന്തോഷത്തിന്റെ അല്ലെന്ന്, സങ്കടങ്ങളെ വരൂ. ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ആ വ്യക്തി ഇങ്ങനെ ചെയ്തത്, എൻ്റെ കുടുംബത്തിലുണ്ടായ ആ അപകടം, ഈ മരണം, ആ ദുഃഖം, ഒറ്റപ്പെട്ടത്, ജോലി പോയത്, പണം നഷ്ടപ്പെട്ടത്, 100,000 ഇന്നലകളിലെ കുറവുകൾ മാത്രമേ മനസ്സിൽ വരികയുള്ളൂ. അതേ വരികയുള്ളൂ. നല്ലതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് ഓർമ്മയിൽ വരത്തില്ല. ഇല്ലാഞ്ഞിട്ടല്ലെന്ന്, ഓർമ്മയിൽ വരത്തില്ല. നമ്മൾ ഇത് മാത്രം ഓർത്തോണ്ടിരിക്കും. ഓർക്കും തോറും, ദുഃഖത്തെക്കുറിച്ച് ഓർക്കും തോറും ദുഃഖം വളരും. നിന്റെ ജീവിതത്തിൽ നിന്നെ ആരെങ്കിലും ചതിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ ആ ചതി എന്ന അവസ്ഥ നിന്നെ നശിപ്പിക്കും. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏതെങ്കിലും കാര്യം നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ ആ നഷ്ടം നിന്റെ ജീവിതത്തിൽ നിന്നെ നശിപ്പിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അവസ്ഥകൾ, ദുഃഖകരമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ദുഃഖങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. പറഞ്ഞു കൊടുത്തേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ദുഃഖങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കാഞ്ഞിരത്തിന്റെ കയ്പ് അവസാന വാക്കല്ല, ദൈവത്തിന്റെ കരുണയാണ് പ്രധാനം. എൻ്റെ കൂടെ പറഞ്ഞേ, കാഞ്ഞിരത്തിന്റെ കയ്പ് അവസാന വാക്കല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് പ്രധാനം. അടുത്തിരിക്കുന്ന ആളോട് പറ, കാഞ്ഞിരത്തിന്റെ കയ്പ് അവസാന വാക്കല്ല. ഇത് സത്യത്തിൽ ഭാര്യയും ഭർത്താവൊക്കെ അടുത്തെടുത്തിരുന്ന് പറയേണ്ട കാര്യം. കാഞ്ഞിരത്തിന്റെ കയ്പ് അവസാന വാക്കല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹമാണ് പ്രധാനം. പറഞ്ഞുകൂട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിച്ചത്, നമ്മൾ നേരത്തെ വായിച്ച വചനഭാഗങ്ങളുണ്ടല്ലോ, നിങ്ങൾ എടുത്തോ. ഓരോ വചനഭാഗവും അത് ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തൊട്ടടുത്ത വചനം ഒരു കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. വായിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ അത്രമേൽ ദൈവാശ്രയ ബോധം വളരുന്ന കാര്യം. നമ്മൾ വായിച്ചു നിർത്തിയ സങ്കീർത്തനം 143 അതിൻ്റെ 5-ാം വചനം വായിച്ച് 4-ാം തിരുവചനം വായിച്ചതാണ്. ഏതായിരുന്നു? ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു, എൻ്റെ ഹൃദയം നടുങ്ങുന്നു. 5-ാം വചനം, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. ഹല്ലേലൂയാ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എനിക്ക് ചെയ്തതിനെ കുറിച്ച് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അല്ലാതെ ഞാൻ അതിനെ ഓർത്തോണ്ട് ദുഃഖിച്ചിരിക്കുന്നു എന്നല്ല, മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഒരു ദൈവമകനും ദൈവമകളും എടുക്കേണ്ട നിലപാട് നിന്റെ ജീവിതത്തിൽ ദുഃഖിച്ചിരിക്കാനല്ല, കാഞ്ഞിരത്തിന്റെ കയ്പിൽ അവസാനിപ്പിക്കാനല്ല, മറിച്ച് കഴിഞ്ഞ കാലങ്ങൾ ദൈവം ചെയ്തതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയാൻ, വിശ്വസിക്കാൻ, അസ്തമിക്കാത്ത സ്നേഹം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. പൗലോസ്ലീഹ ഇതിനെക്കുറിച്ചൊരു കാര്യം പറയും. ഒന്ന് വായിച്ചേ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 8, 9, 10 തിരുവചനം വായിച്ചാലോ? സഹോദരരെ, ഒന്ന് തുറന്ന് സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 1 വേർഡ്സ് 8, 9, 10, 11 വായിക്കാം. സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. കണ്ടോ, മരണഭയം അങ്ങേയറ്റം ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത്, മാത്രമല്ല ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് തീർന്നെന്ന് തോന്നി ഇതെല്ലാം തീർന്നെന്ന് തോന്നി. എന്നിട്ട് എന്നാൽ
ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. 10-ാം വചനം ശ്രദ്ധിച്ചോ. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോ. നിന്റെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ജോലി സ്ഥലത്ത്, നിന്റെ കമ്മ്യൂണിറ്റിയിൽ നീ എവിടെയാണോ മനോവിഷമത്തിലൂടെ കടന്നു പോകുന്നത്, ആ വിഷമത്തിൽ ഇതാ പൗലോസ് ശ്ലീഹ പറയുന്നത് കേട്ടോളൂ. അത്ര ഗൗരവമേറിയൊരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനൊരു നല്ല കയ്യടി കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. പോരാ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ. സങ്കീർത്തനം 34 അതിന്റെ 18-ാം തിരുവചനം അറിയാവുന്നൊരു വചനമാണ്. സങ്കീർത്തനം 34 വചനം 18 നല്ല വചനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. മനമുരുകിയവരെ, വിഷമിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയാ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കുഞ്ഞു വചനം കൂടെ വായിച്ച യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. യോനാ പ്രവചന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. ഒരു കൊച്ചു വചനം ഒന്ന് വായിച്ചേ, നല്ലൊരു കാര്യം പഠിക്കാം. എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. കണ്ടോ, എന്റെ ജീവൻ മരവിച്ചപ്പോൾ, എന്റെ ജീവിതം തീർന്നുവെന്ന് തോന്നി, പക്ഷേ ഞാൻ എന്റെ കർത്താവിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23. ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ വചനം? കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അത് വിശ്വസിച്ചോണം. വലതുകരം നെഞ്ചോട് ചേർത്തിട്ട് പറ, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അവസാനിച്ചിട്ടില്ല, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അസ്തമിച്ചിട്ടില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയരെ, ഈ വചന ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഒരിക്കൽ കൂടെ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ പ്രിയരെ, നിന്റെ ജീവിതത്തിൽ അവസ്ഥ എത്ര വലിയ ചെളിക്കുണ്ടിലാണെങ്കിലും, ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റാത്തവണ്ണമെന്ന് നീ കരുതുന്നുണ്ടെങ്കിലും, ജീവിതത്തിൽ എല്ലാം തീർന്നുവെന്ന് നിന്റെ തലയ്ക്കകത്ത് ചിന്താഗതികളുണ്ടെങ്കിലും, ഇതാ കരങ്ങൾ ഉയർത്തി നീ വിശ്വസിക്കുന്നത് തമ്പുരാൻ കർത്താവിലാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെല്ലാ പ്രഭാതത്തിലും പുതിയതാണ്. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, ഞങ്ങൾക്കൊരു പുതിയ സ്നേഹം നൽകണമേ, ഞങ്ങൾക്കൊരു പുതിയ സ്നേഹം നൽകണമേ, ഞങ്ങൾക്കൊരു പുതിയ അഭിഷേകം നൽകണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ ഫുട്ബോളിന്റെ, കാൽപന്ത് കളിയുടെ അങ്ങോട്ടിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ലോകം മുഴുവൻ അല്ലേ? തെരുവോരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ആരുടെ ചിത്രങ്ങളാണ്? മെസ്സിയുടെയും അർജന്റീനിയൻ ടീമിൻ്റെയും, അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ മഞ്ഞപ്പട ബ്രസീലിൻ്റെയും, ഇപ്പുറത്തോട്ട് മാറിയാൽ പാവം ക്രിസ്ത്യാനോ റൊണാൾഡോയും, അങ്ങനെ തുടങ്ങി ശക്തന്മാരായിട്ടുള്ള ഇവരൊക്കെ എവിടെയോ ജീവിച്ച ആളുകൾ നമ്മുടെ കുടുംബത്തിലൊരംഗം പോലെ ദേ ഈ നാളുകളിൽ എല്ലാ കണ്ണുകളും ഈ ഫുട്ബോളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് തന്നെ വേണം വിളിക്കാം. കാരണം ഇതുപോലെ ഈ കാൽപന്ത് കളി ഈ ലോകത്തെ ചലിപ്പിക്കുന്ന മറ്റൊരു ഗെയിമുണ്ടോ? അല്ലേ? ഒരാരവമല്ലേ? രാത്രിയെ പകലാക്കിക്കൊണ്ട് തെരുവുകളിലൊക്കെ ഇഷ്ടം പോലെ ജനം ഇരുന്ന് ഈ കാൽപന്ത് കളിയുടെ മനോഹാരിത കാണുകയും ആസ്വദിക്കുകയും ചെയ്യുകയാണ്. ഈ
ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്പം കൂടെ കണ്ണുയർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ആത്മീയ സത്യങ്ങൾ ഇതിനിടയിൽ നിന്ന് പിടിച്ചെടുക്കാം. 3 തവണ അല്ലേ 3 തവണ ഗോളടിച്ചു കഴിഞ്ഞപ്പോൾ മെസ്സി ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവമേ നന്ദി എന്ന് പറയുന്നതോടൊപ്പം അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയത് അപ്പനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൻ്റെ രോഗപീഠയും അപ്പനെക്കുറിച്ചുള്ള ഓർമ്മയുമായിരുന്നുവെന്ന് ലോകം തിരിച്ചറിയുമ്പോൾ ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് ഇതൊരു പാഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകകപ്പിന്റെ ഈ വലയത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡേവിഡ് വിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഡേവിഡ് വിയ 4 വയസ്സുള്ളപ്പോഴത്തേക്ക് ഫുട്ബോൾ കളിച്ചപ്പോഴത്തേക്ക് അവന് ശക്തമായ പരിക്ക് പറ്റി. വലത് തുടയല് ശക്തമായി പരിക്ക് പറ്റി ആശുപത്രിയിൽ നാളുകൾ കിടക്കേണ്ടി വന്ന ഡോക്ടർമാർ വിധി എഴുതി ഇവൻ്റെ ഈ വലത് കാല് മുറിച്ചു കളയണം. എന്നാൽ 4 വയസ്സല്ലേ ഉള്ളൂ. ഈ 4 വയസ്സുകാരൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഡോക്ടർമാർക്ക് തന്നെ പാവം തോന്നി. അയ്യോ പാവം, ഓമനത്വമുള്ള ഈ കുഞ്ഞിൻ്റെ ഈ വലത് കാല് എങ്ങനെ മുറിച്ചു കളയും? പല രീതികളിൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവർ പരീക്ഷിച്ചു. കാല് മുറിച്ചു കളയാതെ തന്നെ വ്യത്യസ്തമായ രീതികളിൽ അവൻ്റെ വലതുകാലിന് വേണ്ടി ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി. എന്നാൽ വലതുകാല് മുറിച്ചു കളഞ്ഞില്ല. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവൻ്റെ വലതുകാല് 2 ഇഞ്ച് കുറവ്. എന്ന് മാത്രമല്ല, നാളുകൾ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് ശക്തമായ മുടന്ത്. ഡേവിഡ് വിയ, ഈ ഡേവിഡ് വിയയുടെ അപ്പനെ ഓർക്കുന്നത് നല്ലതാണ്. ജോസഫ് മാനുവൽ വിയ. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തുള്ളവരാണ്, സ്പെയിൻകാരാണ്. ഈ ജോസഫ് മാനുവൽ വിയ ഈ മകനോട് വല്ലാത്ത സ്നേഹമാണ്. ഇവൻ വീട്ടിൽ വിശ്രമത്തിന് വേണ്ടി ഇവൻ്റെ കട്ടിലൊരുക്കിയപ്പോൾ ഇവൻ്റെ ജനാലയ്ക്ക് നേരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടുകൊണ്ട് ഈ മുടന്തനായവൻ ഇവൻ ഇങ്ങനെ കിടക്കും. ഇവൻ്റെ ഉള്ളിൽ ഈ കാൽപന്ത് അത്രമേൽ ജ്വരം പിടിച്ചൊരു കളിയാണ്. ഈ അപ്പനിത് മനസ്സിലായി. പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മകനെയും കൊണ്ട് സാവധാനം നടക്കാനും മുടന്തുള്ള കാല് പിടിച്ച് നടക്കുമ്പോൾ എല്ലാവരും ഇവനെ സഹതാപത്തോടെ നോക്കി. ഈ മകനെയും കൊണ്ട് ഈ അപ്പൻ കൈക്ക് പിടിച്ചുകൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ കളിക്കളത്തിലൊക്കെ കൊണ്ടുചെന്നു. എന്നിട്ട് സാവധാനം ഈ ഫുട്ബോളിനെയൊക്കെ തട്ടാനൊക്കെ വീണ്ടും അവൻ്റെ മനസ്സിനാണ് ആദ്യം പ്രേരണ കൊടുത്തത്. വലത് കാലിന് ശേഷി കുറവാണ്, പിന്നെ എന്തു ചെയ്യും? അപ്പനായ ജോസഫ് മാനുവൽ നോക്കിയത് വലത് കാലിലേക്കല്ല, ഇവൻ്റെ ഇടത് കാലിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ അപ്പൻ എന്തു ചെയ്തെന്നറിയോ? ഈ ഇടത് കാലുകൊണ്ട് ഗോളടിക്കാൻ, സ്ട്രൈക്ക് ചെയ്യാൻ ഇവനെ പഠിപ്പിച്ചു. ഇടത് കാലുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ പഠിപ്പിച്ചു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ ഇവൻ ഇടത് കാലുകൊണ്ട് നന്നായിട്ട് ഗോളടിക്കുന്നു മാത്രമല്ല, വലത് കാലിലും ഇവൻ സാവധാനം ഗോളടിക്കാൻ പഠിപ്പിച്ചു. ചെറുപ്പകാലത്ത് തന്നെ സ്പെയിൻ്റെ ദേശീയ ടീമിൽ ഈ ചെറുപ്പക്കാരൻ, അതായത് മുടന്തനാണെന്ന് നാട്ടുകാർ വിധി എഴുതിയവൻ, ഫുട്ബോൾ ഗെയിമിൽ ദേശീയ ടീമിൽ അംഗത്വം പ്രാപിച്ചു. നിങ്ങൾക്കറിയോ, 80 വർഷത്തെ ഫുട്ബോളിൻ്റെ ലോകകപ്പ് ചരിത്രത്തിൽ 2010 മാത്രമാണ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഫുട്ബോളിനെ അവരുടെ ലോകകപ്പിൽ മുത്തമിട്ടിട്ടുള്ളത്. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ആ വർഷം 2010 5 ഗോളുകൾ അടിച്ചുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹീറോയായിട്ട് നിന്നത് വലതുകാലിന് മുടന്തുള്ള, ഇടതുകാലിൽ വലതുകാലും കൊണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് പ്രേരണ കിട്ടിയ, ശക്തി കിട്ടിയ ഈ ഡേവിഡ് വിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. 2017 അയാൾ വിരമിച്ചു. പിന്നീട് വിവാഹ ജീവിതം, 3 കുഞ്ഞുങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത എന്തെന്നറിയോ? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റമാണ്. അങ്ങേയറ്റം. മക്കൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ മുതൽ, മാമോദീസ പേരൊക്കെ മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം, വിശ്വാസം അങ്ങേയറ്റം. ഇദ്ദേഹത്തിൻ്റെ അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ എൻ്റെ മകൻ്റെ ഇടത് കാലിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് മാജിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ആശ്രയിച്ചത് മുടന്തുള്ള വലത് കാലിൽ തമ്പുരാൻ കർത്താവിലുള്ള ആശ്രയത്തെ മാത്രമാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ
ലോകം മുഴുവൻ ഈ ഫുട്ബോളിനെയൊക്കെ ആരാധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ വലതുകാലിന് മുടന്ത്, ക്ഷീണം, അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിനക്ക് കുറെ കുറവുകളുണ്ട്. പക്ഷേ നീ നോക്കണം, ഇടതുകാല് കൊണ്ട് നിനക്ക് ചവിട്ടാനും ജീവിക്കാനും ബലം നൽകാനും നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും വീണു പോകാതിരിക്കാൻ നിന്നെ ഏത് ജീവിതത്തിൻ്റെ കളിക്കളത്തിലും ചവിട്ടി നിൽക്കാൻ നിനക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിലെ ഇന്നലകളിലെ മുറിവുകളിൽ നീ കുരുങ്ങിക്കിടക്കരുത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഞ്ഞിരത്തിന്റെ കയ്പിൽ നിന്റെ ജീവിതം നീ കുടുക്കിയിടരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, കാഞ്ഞിരത്തിന്റെ കയ്പിൽ നിന്റെ ജീവിതം കുടുക്കിയിടരുത്. തമ്പുരാൻ കർത്താവ് ഉണ്ടെന്ന്, ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിച്ചോ. 2 ഇഞ്ച് നീളം കുറയും, ചിലപ്പോൾ മുടന്തുണ്ടാവും, നാട്ടുകാർ കളിയാക്കും, നിന്നെ കുറ്റം പറയും, ഗുണമില്ലാത്തവനെന്നും പറയും, നിനക്ക് എടുത്ത തീരുമാനങ്ങൾ അമ്പേ തെറ്റിപ്പോകും, നിന്നെ കളിയാക്കും, മാറ്റിയിടും. പക്ഷേ നീ ഓർത്തോണം, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:20 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതിനെപ്പറ്റി ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പുതിയതാണ്. എഴുന്നേറ്റ് നിന്നേ. തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കും ചില മുടന്തുകളുണ്ട്, നമുക്കും ചില കാര്യങ്ങളിൽ കുറവുകളുണ്ട്, നമുക്കും ചില ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്. എന്നാൽ നിന്നെ ഒരിക്കലും ഇരുത്തിക്കളയാത്ത, വീണുപോകാൻ അനുവദിക്കാത്ത, നിന്റെ ജീവിതത്തിൽ നിന്നെ കരം പിടിച്ച് നടത്താൻ നിനക്ക് ദൈവമുണ്ട്. ഓരോ പ്രഭാതത്തിലും നിനക്ക് പുതിയ സ്നേഹം നൽകുന്നൊരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് വിശ്വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ ഞെരുക്കങ്ങളാണെങ്കിലും, എല്ലാ കൈപ്പേറിയ അനുഭവത്തിൻ്റെ നടുവിലും നീ വിശ്വസിക്കണം, എനിക്കൊരു ദൈവമുണ്ട്. ഒരിക്കലും ഞാൻ വീണുപോകാൻ അനുവദിക്കാത്തൊരു ദൈവം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകുന്ന ദൈവം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ ആ ദൈവത്തിൽ ആശ്രയിക്കണം, നീ ആ ദൈവത്തിൽ മുറുകെ പിടിക്കണം. നാട്ടുകാരിലല്ല, മനുഷ്യരിലല്ല, നിന്റെ ബുദ്ധിയിലല്ല, മറിച്ച് തമ്പുരാൻ കർത്താവിൽ മുറുകെ പിടിച്ചോ. ഒരിക്കലും നീ വീണു പോവില്ല. നാട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടേണ്ടി വരില്ല, മറിച്ച് നിന്നെ നിവർത്തി നിർത്തുന്നൊരു ദൈവം. ഓ ദൈവമേ, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി എന്നെ ബലപ്പെടുത്തുന്ന ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചോ. നാവ് തുറന്ന് സ്തുതിച്ചേ. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകുന്ന ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. യേശുവേ, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ആമേൻ. നീ മനസ്സിൽ കാണണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, ദൈവസ്നേഹം. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഭയപ്പെടേണ്ടെന്നോതി പഠിക്കേ. ഭയപ്പെടേണ്ടെന്നോതി ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ അത് ഏറ്റെടുക്കുന്ന കർത്താവേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വേദനിപ്പിക്കുന്ന മുറിവുകളിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും തടവിൽ കഴിയുന്ന എൻ്റെ അവസ്ഥയിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 അത്രമേൽ സൗഖ്യത്തിൻ്റെതാണ്. ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു.
എനിക്ക് വേണ്ടി അനുദിനം പുതിയ സ്നേഹം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വീണുപോകാതെ എന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമ്മൾ ഈ പ്രാർത്ഥിച്ചത് ഏറ്റെടുക്കുക. ആമേൻ.